താഴെ കൊടുത്തിരിക്കുന്നതിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ് എന്ന് ചോദിച്ചാൽ ബ്രിട്ടനാണ് കേട്ടോ. ബ്രിട്ടനെയാണ് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത്. അപ്പോൾ എഴുതപ്പെട്ടത് ഏതൊക്കെയാണ്? ഇന്ത്യ, ബ്രസീൽ, ഓസ്ട്രേലിയ അല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? എത്ര തവണയാണ്? ഒരു തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്? ഇതാണ് റഷ്യ അല്ലേ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണെന്ന് ചോദിച്ചാൽ റഷ്യയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷി. ആരാണ്? KM മുൻഷി. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 338B ആണ്. ഏതാണ്? അനുച്ഛേദം 338B ആണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21A ആണ്. യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാരം പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവർ ഏതാണ്? വാർത്താവിനിമയം. ഏതാണ്? വാർത്താവിനിമയം. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? വെച്ചാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്തതാണ്. ഇന്ത്യയിലെ പ്രഥമ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26 അല്ലേ. നവംബർ 26-നാണ് ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്.